വെൽക്കം ടു സ്റ്റോറി ഓഫ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് യു എയിൽ ഓരോ ദർഹങ്ങളും ഓരോ സമയങ്ങളും സേവ് ചെയ്ത കുറച്ച് മണി സേവിങ് ടിപ്സ്. യു എയിൽ പൈസ ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക. അതായത് കള്ളുകൂടി, പുകവലി, തമ്പാക്ക്, പിന്നെ ബീഡി, സിഗരറ്റ് അങ്ങനെയുള്ള എന്ത് സാധനം, ഓപ്പറേഷൻ തൂഫാൻ, അത് പ്രകാരം നിങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. കാരണം അതുവഴി തന്നെ നിങ്ങൾക്ക് മന്ത്ലി ഒരു 60 dirham to 100 dirham എന്തായാലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. എൻ്റെ കമ്പനിയിൽ എനിക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ പുറത്ത് പോയി ചായ അടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, കാരണം ഇവിടെ എനിക്ക് ആൾറെഡി എല്ലാം ഫ്രീ ആണ്. പിന്നെ ഞാൻ ഈ അൺനെസസറി തിങ്സിന് വേണ്ടി ഞാൻ പോകാറില്ല. അതുവഴി നമുക്ക് ഒരാഴ്ചയിൽ 3 ചായയൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ ചായനോടുള്ള സാധനങ്ങളൊക്കെ കൂട്ടി നമുക്കൊരു 6 ദർഹമൊക്കെ വീക്കിലി സേവ് ചെയ്യാൻ പറ്റും. ഒരു മന്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു 20 to 30 ദർഹം വരെ സേവ് ചെയ്യാം. പിന്നെ റീചാർജ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന 5-ൻ്റെ സിമ്മാണ്. അല്ലാതെ ക്യാമ്പ് വൈഫൈ ഉണ്ട്, ബട്ട് സിമ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ 5-ൻ്റെ സിമ്മാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ എച്ച് ആയിരുന്നു. അതിൽ നമ്മൾ റീചാർജ് ചെയ്താൽ അത്യാവശ്യം പൈസ കൊടുത്ത് റീചാർജ് ചെയ്യണം. 5-ൽ നമുക്ക് കുറഞ്ഞ എമൗണ്ടിലുള്ള ഡാറ്റ പാക്ക് കിട്ടും, നാട്ടിലോട്ട് വിളിക്കാനുള്ള കുറഞ്ഞ എമൗണ്ട് കിട്ടും. സോ ഇങ്ങനെ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്ത് അതിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് ഒരു 10 to 15 ദർഹം വരെയൊക്കെ മന്ത്ലി. കുറഞ്ഞ സാലറി ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, അതായത് ഒരു 5000 ദർഹത്തിനൊക്കെ താഴെ ഉള്ളവരാണെങ്കിൽ നിങ്ങളെ കമ്പനി പൊതുവെ നിങ്ങൾക്ക് ഒരു C3 കാർഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാർഡായിരിക്കും നിങ്ങൾക്ക് തരുന്നത് സാലറി ക്രെഡിറ്റ് ആകാൻ. അപ്പോൾ ഈ കാർഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവഴി ആർക്കെങ്കിലും പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 1 ദർഹം വെച്ച് കട്ടാവും. നാട്ടിലോട്ട് പൈസ അയക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടി വഴി അയക്കുമ്പോൾ 5 ദർഹവും അതുവഴി അയക്കുമ്പോൾ 15 ദർഹം തൊട്ട് 20 ദർഹം വരെ ചാർജ് ഇതിൽ വരുന്നുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് പേയ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാബിൻ്റെ തന്നെ 5000-ന് താഴെ സാലറി ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു അക്കൗണ്ട് ഉണ്ട്. പേയ്റ്റിൽ പൊതുവെ പൈസ അയക്കണതൊക്കെ ഫ്രീ ആണ്, പേയ്റ്റും. പിന്നെ നാട്ടിൽ അയക്കുമ്പോൾ മാക്സിമം 5 ദർഹമൊക്കെ ചാർജും വരാറുള്ളൂ. പിന്നെ പേയ്റ്റ് ആപ്ലിക്കേഷനിൽ ഒരു പ്രശ്നമുണ്ട്, ചെറിയ ഗ്ലിച്ചുകൾ അതിൽ ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് ആപ്പ് ഓപ്പണേ ആവത്തില്ല, ചില സമയത്ത് കസ്റ്റമർ കെയറിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. സോ അങ്ങനെ ചെറിയ ഇഷ്യൂകളൊക്കെ ഉണ്ട്. കാരണം പൊതുവെ അവരെല്ലാം ഫ്രീ ആയിട്ട് 5000-ന് സാലറി താഴെ ഉള്ളവരൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ബട്ട് പൈസ സേവ് ചെയ്യാൻ കൊള്ളാം. അത് വെച്ച് ഉപയോഗിച്ചാൽ നിങ്ങൾക്കൊരു മന്ത്ലി 5 to 10 ദർഹമൊക്കെ എക്സ്ട്രാ ചാർജിൽ നിന്നൊക്കെ ഒഴിവാകാം. അപ്പോൾ നമ്മൾ കള്ളു കുടിക്കില്ല, പുക വലിക്കില്ല, അൺനെസസറി ആയിട്ടുള്ള പർച്ചേസ് ചെയ്യില്ല, ചാർജ് ആവുന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്തി അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി ഒരു 80 to 100 ദർഹം നിങ്ങൾക്ക് സേവ് ചെയ്യാം. 100 ദർഹം എന്നൊക്കെ പറയുമ്പോൾ നാട്ടിൽ ഇപ്പോഴത്തെ വാല്യൂയിൽ 2500 രൂപയായി. 2500 വെച്ചൊരു SIP തുടങ്ങും. വർഷം കഴിയുമ്പോൾ കുറച്ച് റിട്ടേൺസ് ഒക്കെ കിട്ടും. അങ്ങനെയൊക്കെയാണ് ഞാൻ പൈസ സേവ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടുന്ന കുറച്ച് ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളത് ഓൾ അബൌട്ട് ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങളിത് കണ്ടിട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയാനില്ല. എങ്കിലും പാവപ്പെട്ടവനൊക്കെ പൈസ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് എന്ത് വേണോ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.